നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്നാണോ തന്റെ ഫ്രണ്ട് ഫോണിൽ വിളിച്ചു പറഞ്ഞ സ്ഥലം? അതെ, ഇത് തന്നെയാവും പറഞ്ഞ സ്ഥലം. വാ. വാ. സച്ചേട്ടാ, സച്ചേട്ടാ, അജയ, രക്ഷിക്കാനാണെങ്കിൽ വരണ്ട. എല്ലായിടത്തും അപ്രതീക്ഷിതമായി എത്തി. എല്ലാരും രക്ഷിക്കുന്ന ഇവള് ഇവിടെ എത്തി. ഇനി ഇവളിവിടുന്ന് പുറത്തു പോകത്തില്ല. അജയ, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ പോവാൻ നോക്ക്. അജയ, നീ അർച്ചന ഒന്നും ചെയ്യരുത്. നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും സംസാരിക്കാനില്ല. സത്യമാനെ, ഇവളെങ്ങ് മറന്നേക്ക്. ഇവളിനി ജീവിക്കണ്ട. എന്റെ കത്തിമുനയിൽ ഇങ്ങനെ ഇവള് വന്ന് കേറിയിട്ടും ഞാനിവളെ വെറുതെ വിടണോ അല്ലേ? അങ്ങനൊരു മണ്ടനാവൻ എനിക്ക് താല്പര്യമില്ലടാ. ഇപ്പൊ ഉണ്ടല്ലോ ഇവളെന്റെ കൺമുന്നിൽ തന്നെ മരിച്ചു വീഴും. അജയ, വേണ്ട. അയ്യോ അർച്ചന, സച്ചേട്ടാ, അയ്യോ അയ്യോ സാർ, അയ്യോ അവനെ എടുത്ത് വണ്ടി കയറ്റി ഓടാ ഇങ്ങോട്ട്. എണീക്കടാ. കേറടാ. ഇങ്ങോട്ട് കൊണ്ടോ. അയ്യോ ആയുഷ്കാലം മൊത്തം ഒളിവിൽ കഴിയാന്ന് കരുതോടാ നീ. ഇവനെ കൊണ്ടോ. സാർ, നടക്കടാ ഇങ്ങോട്ട്. നടക്കടാ. നിങ്ങളുടെ സഹകരണത്തിന് നന്ദിയുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. നിങ്ങൾ അങ്ങോട്ട് വാ. ഞാനിവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്താ മോളെ, നേരെ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി കിട്ടിയോ? ഒന്ന് ശ്രമിച്ചു നോക്കാം അനുപേട്ട. ഞാൻ പറയുന്ന സ്ഥലത്ത് അനുപേട്ടൻ SP കൊണ്ടുവരണം. വരാം. എവിടെയാ? ഈ അജയൻ എന്താ വിളിക്കാത്ത? മീരയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ കുറച്ച് ഉപദ്രവിച്ചു എന്നൊക്കെ SI പറഞ്ഞു. സോറി മീര, ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതൊന്നും സാരമില്ല സർ. ഇങ്ങനെയൊന്ന് അനുഭവിക്കണമെന്ന് ചിലപ്പോ ഈശ്വരൻ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് മാറ്റിയെഴുതാനും മായ്ച്ചു കളയാനും നമുക്കാവില്ലല്ലോ സർ. എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യണം. ഇവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ വേഗം ഒന്ന് പോവാൻ അനുവദിക്കണം.
പരിചയമില്ലാത്തോണ്ടാവും. ഇവിടുത്തെ അന്തരീക്ഷം എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടലുണ്ടാക്കുന്നു. അനൂപേ, സാർ മീരെ പുറത്തേക്ക് കൊണ്ടു. വാ. അജയൻ ഇത് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറയുന്ന കാരണം എനിക്കങ്ങോട്ട് കൺവിൻസ് ആവുന്നില്ല. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുത്തില്ല എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? അതും ഇത്രയും നാൾ കഴിഞ്ഞിട്ട്. അജയൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ ക്രിമിനലാണ് സർ. ആതിരയുമായുള്ള വിവാഹം ഉറപ്പിച്ച സമയത്ത് ഇവൻ ഇതുപോലെ പല തരികട പരിപാടിയും ചെയ്തതാ. എന്റെ കുടുംബത്തെ ദ്രോഹിച്ചതിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം സർ. ഇത്രയും പേരെ വധിക്കാൻ ശ്രമിച്ചതിനും ഇന്ന് അർച്ചനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിനും എല്ലാം ചേർത്ത് ഒരു എഫ്ഐആർ എഴുതുന്നുണ്ട് അവന്റെ പേരിൽ. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. എങ്കിൽ നിങ്ങൾ ചെല്ല്. പിന്നെ മീരെ ഒന്ന് ആശ്വസിപ്പിക്കണം. ആ കുട്ടി വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട്. ശരി സർ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഹലോ. ഹലോ, അജയനല്ലേ? അല്ല, സ്ഥല SP കൃഷ്ണയ. അജയൻ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. സർ, ഞാൻ നെല്ലിശ്ശേരിയിലെ അവന്തികയാണ്. മനസ്സിലായി. അജയൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയോ സർ? ഇല്ല, ഞങ്ങൾ പിടിച്ചതാ. ഹലോ. ഹലോ സർ. ശരി സർ, എന്നാ ഞാൻ വെക്കട്ടെ. അങ്ങനെ വെക്കാൻ അനുവാദം ചോദിക്കാൻ അവന്തിക എന്റെ ഫോണിലല്ലല്ലോ സംസാരിക്കുന്നത്. അവന്തിക സ്റ്റേഷൻ വരെ ഒന്ന് വരണം ഇപ്പോ. നമുക്ക് മുഖാമുഖം സംസാരിക്കാം, അതല്ലേ നല്ലത്? എന്താ, വരില്ലേ? വരാ സർ, ഇപ്പൊ വരാം. എങ്കിൽ ശരി. എന്തിനായിരിക്കും അവന്തിക അജയന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക? അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.